ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. യെസ്. അപ്പൊ ഇപ്പൊ എല്ലാവരും ബോർഡ് എക്സാം ഒക്കെ എഴുതാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. CBSE കുട്ടികൾക്ക് ബോർഡ് എക്സാം അല്ല ഏകദേശം കഴിയാനായിട്ട്. യെസ്, സ്റ്റേറ്റുകാരുടെ 28-29 അവധിയും കഴിയും. സോ അപ്പൊ ബോർഡ് എക്സാമിന് ശേഷം എന്ത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പൊ മെയിൻലി കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന രണ്ട് മെയിൻ കോഴ്സുകളാണ് നമ്മുടെ MBBS-ഉം അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടിയുള്ള കോച്ചിങ്ങുകൾക്ക് എല്ലാവരും പ്രോമിനന്റ് ആയിട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെങ്കിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് CUET നെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് നീറ്റും അതേപോലെ ജെയും താല്പര്യമില്ലാത്ത കുറെ കുട്ടികൾ ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് BA അല്ലെങ്കിൽ BSc എടുത്തൊക്കെ പോയി അതായത് ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ നിങ്ങൾ UG ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് എന്നല്ല ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആക്ച്വലി ഉള്ളൂ. അതാണെന്ത് CUET-യുടെ കുറച്ചുകൂടെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടൊക്കെ മുന്നോട്ട് പോകണം താല്പര്യമുള്ളവർക്ക് വളരെ പറ്റിയ ഒരു കോഴ്സ് തന്നെയാണ് അല്ലെ. പണ്ടൊക്കെ ഈ +2 മാർക്ക് ബേസ്ഡ് ആയിട്ടായിരുന്നു ഇങ്ങനത്തെ കോളേജുകളുടെ അഡ്മിഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഒരു നാഷണൽ വൈഡ് ഒരു കോമൺ എക്സാം ആണ്, അതാണ് നിങ്ങളുടെ CUET എക്സാം. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം പറയാം. ഓക്കെ. സോ അപ്പൊ നമ്മുടെ CUET-ക്ക് UG എക്സാം ഉണ്ട്, PG ഉണ്ട്. നമ്മൾ എഴുതുന്നത് UG ആണ്. സോ അപ്പൊ ഇത്തവണത്തെ നമ്മുടെ CUET-യുടെ ആപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ ജനുവരി കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി CUET-നെ പറ്റി പറയുകയാണെങ്കിൽ സർ ഫസ്റ്റ് എന്താ പറയാനുള്ളത്? കോമൺ ചാനൽ ടു ഗെറ്റ് ഇൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ജാമിയ മില്ലിയ അല്ലെങ്കിൽ അലിഗഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഐക്കാർ, അത് എടുത്ത് പറയേണ്ട ഒരു കോഴ്സാണ്. ഏറ്റവും നല്ല സ്കോപ്പുള്ള ഒരു കോഴ്സാണ് ഐക്കാർ. ഇതിലോട്ടൊക്കെ ഉള്ള ഒരു കോമൺ എൻട്രൻസ് എക്സാം ആണ് CUET എക്സാം. നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അതായത് നീറ്റിന്റെയും നമ്മുടെ JEE-ന്റെയും എല്ലാം എക്സാം കണ്ടക്ട് ചെയ്യുന്ന അതേ ഏജൻസി തന്നെയാണ് CUET എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ CBT മോഡൽ എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. പിന്നെ അതേപോലെ ഇതിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQ ആണ്. അതായത് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവർക്ക് ചില സംശയം കാണും, ഈ ഒരു എക്സാം എഴുതി നമ്മൾ എവിടെയൊക്കെ ആയിരിക്കും അഡ്മിഷൻ. സാർ ഓൾറെഡി കുറച്ച് യൂണിവേഴ്സിറ്റീസിന്റെ കാര്യം പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐക്കറും കൂടെ അല്ലെ, ഐക്കറിന് വേണ്ടിയുള്ള ഒരു എക്സാമും കൂടിയാണ് ഇപ്പോൾ CUET വഴിയാണ് ഐക്കറിലേക്കും അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനിയും നമ്മൾ ഇപ്പൊ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് അല്ലെ സാർ, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ചാൻസ്, അതായത് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോളേജാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. മാത്രമല്ല നമുക്ക് വളരെ വലിയൊരു എക്സ്പോഷർ പല സ്ഥലത്തു നിന്നുള്ള കുട്ടികളും അത്യാവശ്യം നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. ഇൻഫ്രാസ്ട്രക്ചർ പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യേണ്ട എക്സാം ആണ് CUET. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ഇനി അതിന് കറക്റ്റ് ആയിട്ടൊരു പ്ലാനിങ് വേണം. ജസ്റ്റ് ഒരു എക്സാം അപ്ലൈ ചെയ്താൽ പോരാലോ, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക ഇവിടെ പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ എക്സാം പാറ്റേണിനെ പറ്റിയാണ് അല്ലെ. എക്സാം എന്ന് പറയുമ്പോൾ ഓൺലൈൻ CBT എക്സാം ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Then ഡ്യൂറേഷൻ 60 മിനിറ്റ്, 50 ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് വളരെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ സാർ, അതായത് നമ്മൾ പൊതുവെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നീറ്റ് എക്സാം ആയിക്കോട്ടെ JEE എക്സാം ആയിക്കോട്ടെ ആൻസർ ശരിയാണെങ്കിൽ +4 ആണ്, നെഗറ്റീവ് -1 മാർക്ക് ഉണ്ടാവും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കുകയാണെങ്കിൽ 5 മാർക്കാണ് കിട്ടുക, നെഗറ്റീവ് -1 തന്നെ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം ഹൈ സ്കോറിംഗ് എക്സാം ആണ്. ആക്ച്വലി നെഗറ്റീവ് കുറവാണ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പൊ ആ കാര്യം പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതെ. ഇനി ഈ എക്സാമിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ +2 സിലബസ് ആണല്ലേ, നമ്മൾ സിലബസിലേക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഈ എക്സാം എഴുതുമ്പോൾ നമ്മളൊരു ഡൊമൈൻ സബ്ജക്ട് സെലക്ട് ചെയ്യണം. അതുപോലെ ഒരു ഇംഗ്ലീഷ് എന്നല്ല ലാംഗ്വേജ്, അത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെസ്റ്റ്. അപ്പൊ ഇത്രയായിരിക്കും നമുക്ക് എക്സാമിനകത്ത് ഉള്ളത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചില മിക്ക കുട്ടികളും +2 പഠിക്കുന്ന സമയത്ത് +1 മറന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ +1 മറന്നാൽ നമുക്ക് നീറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ +2 അത്യാവശ്യം നല്ല പോലെ പഠിച്ച കുട്ടികൾക്ക്, നിങ്ങൾ ഇപ്പൊ തന്നെ ബോർഡ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ +2 അത്യാവശ്യം പഠിച്ചൊരു കുട്ടിക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയ പ്ലാനും കൂടി കിട്ടിയാൽ എന്ത് ചെയ്യാം, ഈ എക്സാം നമുക്ക് കൂളായിട്ട് നല്ല സ്കോറിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. സോ അപ്പോ നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ CUET എക്സാമിന്റെ ഡേറ്റ് ആണ് അല്ലെ. ഡേറ്റ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. May 11 to May 31st വരെയാണ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. ഇങ്ങനെ ഡിഫറെന്റ് ഡേറ്റ് വന്നിരിക്കുന്നത് ഇപ്പൊ ഓരോ ഡൊമൈൻ എടുത്തവർക്കും ഓരോ ദിവസങ്ങളിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് എക്സാമുകൾ നടക്കുന്നത്. അപ്പൊ ഡേറ്റ്സ് എല്ലാവരും നോട്ട് ചെയ്തിരിക്കുക.
then student can choose up to a maximum 5 subjects അല്ലെ. ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാക്സിമം 5 സബ്ജക്റ്റുകളാണ് എന്ത് ചെയ്യുന്നത് എക്സാം. അത് നിങ്ങൾ പ്ലസ് ടുവിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് BSc ഒക്കെ പോകേണ്ട കുട്ടികൾ മെയിൻ ആയിട്ടും ചൂസ് ചെയ്യും, ഒന്നില്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്തെങ്കിലും ചൂസ് ചെയ്യും. പിന്നെ മെയിൻ ആയിട്ട് ലാംഗ്വേജ് ഒക്കെ മിക്ക കുട്ടികൾ ഇംഗ്ലീഷ് തന്നെയാണ് എന്ത് ചെയ്യുക ചൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് സാർ എന്താണ് നമ്മുടെ CUT-ന്റെ സ്കോപ്പ്, അതായത് ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിലെടുത്ത് പറയേണ്ട കാര്യം ഐക്കാർ തന്നെയാണ്. ഐക്കാറിന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിലൂടെ തന്നെ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകേണ്ടി വരും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അലിഗഡ് യൂണിവേഴ്സിറ്റീസിലൊക്കെ അവിടെ പഠിച്ച് ഇറങ്ങിയ കുട്ടികളെ നമുക്ക് പെട്ടെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആ ഒരു എന്താ പറയാ, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഒരു നമ്മുടെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടൊക്കെ സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റുകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും അല്ലെ. സാധാരണ നമ്മളൊരു നാട്ടിലെ ഒരു കോളേജ് പഠിക്കുന്നതും ഇവിടെ പഠിക്കുന്നതും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ പുറത്ത് പഠിച്ചാൽ വേറെ ഗുണം എന്ന് വെച്ചാൽ ലാംഗ്വേജ് ഡെവലപ്പ് ആവില്ലേ, അത് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ ഇന്ത്യയിലൊക്കെ എവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹിന്ദി നിർബന്ധമാണ്. അപ്പം പുറത്ത് പഠിക്കുന്ന ഒരു കുട്ടികൾക്ക് അത്യാവശ്യം ലാംഗ്വേജ് നല്ലപോലെ എന്താകും, ഡെവലപ്പ് ആകും. ഇനി ഇതാണ് നമുക്ക് കോഴ്സസ് ഐക്കാർ കോഴ്സസ് ഓഫർ ചെയ്യുന്ന കോളേജുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു അല്ലെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങളത് നോക്കുക. പിന്നെ ഇനി നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് സൈലത്തിലൂടെ എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ലപോലെ പഠിക്കുക. പ്ലസ് ടു സിലബസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്ലാസ് മുന്നോട്ട് പോകാമെന്നും അതേപോലെ ഇവിടുത്തെ എക്സാമിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആദിൽ സർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദിൽ സർ ഇപ്പം വരും, എല്ലാ കാര്യങ്ങളും സർ സംസാരിക്കും. സർ വരും. യെസ്, ഹായ് ഓൾ, ഹലോ ഹലോ ഹലോ. യെസ്, സോ ഓൾറെഡി നമ്മുടെ നാസ് സാറും അതേപോലെ തന്നെ AV സാറും, നാസ് സാറ് സംസാരിക്കുന്നത് നമ്മുടെ കെമിസ്ട്രി ടീച്ചറാണ്, അതേപോലെ തന്നെ AV സാറ് മാത്സ് ഡീൽ ചെയ്യുന്ന സാറാണ്. സോ അതേപോലെ തന്നെ ഫിസിക്സ് ഡീൽ ചെയ്യുന്ന ആളാണ് ഞാൻ. എൻ്റെ പേര് ആദിൽ എന്നാണ്. സോ ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ് സൈലത്തിന് ഈ ഒരു ക്യൂട്ട് എക്സാമിലേക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. അതായത് ഇങ്ങനത്തെ നമ്മൾ വളരെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ഒരു എക്സാമാണ്. ഈ എക്സാമിന് സൈലം നിങ്ങൾക്ക് എന്തൊക്കെ ഓഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സൈലം എങ്ങനെയാണ് നിങ്ങളെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യിക്കുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ഐഡിയാസിലേക്ക് കിടക്കാം. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിലബസ് എന്താണ്, പ്ലസ് ടു സിലബസ് ആണ് ആക്ച്വലി നമ്മൾ ഡീൽ ചെയ്യുന്നത് അല്ലേ. സോ ഈ പ്ലസ് ടു സിലബസിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്യൂട്ട് എൻഡ് ഗെയിം ആണ്. അതായത് നമ്മുടെ സൈലത്തിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഓരോ ഇയറിലും നമ്മൾ നടത്തുന്ന സൈലത്തിന്റെ ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ബാച്ച് ആണ് എന്ത്, ക്യൂട്ട് എൻഡ് ഗെയിം. സോ ക്യൂട്ട് എൻഡ് ഗെയിമിൽ നമ്മൾ ഏകദേശം 40 days ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെ ഈ ക്യൂട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം, അതേപോലെ തന്നെ ഏതൊക്കെ ബണ്ടിൽസ് ആണ് നമുക്ക് ഓപ്പൺ ആയി വരാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ബാച്ചുകൾ ഉള്ളത് എന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. സോ ഇന്റൻസീവ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട സിലബസ് നമ്മുടെ പ്ലസ് ടു ആണ്. പ്ലസ് ടു നിങ്ങൾ ഓൾറെഡി പ്ലസ് ടു പഠിച്ച കുട്ടികളായിരിക്കും, പ്ലസ് ടു നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത കുട്ടികളായിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലസ് ടു പഠിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ പ്ലസ് ടു സിലബസ് മാത്രമേ ശരിക്കും എന്തുള്ളൂ നമ്മുടെ ഈ എക്സാമിനുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് കെമിസ്ട്രി സിലബസ് നിങ്ങൾക്ക് അറിയാം, ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞുതരാം. സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, D&F, കോർഡിനേഷൻ, ഹാലോ ആൽക്കൻ, ഹാലോറിൻസ്, ആൽക്കോൾ, ഫിനോൾ, ഈതേഴ്സ് ആൻഡ് ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലേസ്, അമൈൻസ് ആൻഡ് ബയോമോളിക്യൂൾസ്. ഇത്രയും ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് കെമിസ്ട്രി നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഇതൊക്കെയാണല്ലേ പഠിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടാവും. കാരണം പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ടൊന്ന് റിവൈസ് ചെയ്യണം. അത് എങ്ങനെയാണ് ക്യൂട്ടിന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഫെമിലിയർ ചെയ്യേണ്ടത്. അപ്പൊ നീറ്റ് എക്സാം പഠിക്കുന്ന സമയത്ത് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട PYQ കാണുമ്പോഴാണ് നമുക്ക് ഈ ഏരിയാസ് ആണ് ചോദ്യം വരിക. അതേപോലെ തന്നെ JEE പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് JEE മോഡൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുക ചെയ്യുക. അതേപോലെ തന്നെ ക്യൂട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യൂട്ട് എക്സാമിന് വന്നിരിക്കുന്ന PYQs ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ക്യൂട്ട് എക്സാമിന് എങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണ്ടേ. സോ ത്രൂ ഔട്ട് നിങ്ങൾ ഈ ഒരു ബാച്ച് ക്യൂട്ട് എൻഡ് ഗെയിമിന്റെ ബാച്ചിൽ കിടക്കുന്ന സമയത്ത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് സിലബസ് നിങ്ങൾ നോക്കുക, അതേപോലെ തന്നെ ബയോളജി സിലബസ് നോക്കുക. ഏത് ഡൊമൈൻ ആണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, PC, MB നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പറഞ്ഞായിരുന്നു ഒരു ജനറൽ പേപ്പർ ഉണ്ടാവും. സോ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സിലബസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എത്രയേ ഉള്ളൂ, എങ്ങനെയായിരിക്കും ജനറൽ ചോദ്യങ്ങൾ വരിക, അത് നിങ്ങൾക്കൊരു ഐഡിയ വേണ്ടേ. അത് ശരിക്കും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ കൂടി നിങ്ങൾ മനസ്സിലാക്കണം ജനറൽ നോളജ്, നോർമൽ ഉണ്ടാവുന്ന GK, കറണ്ട് അഫയേഴ്സ്, അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ചുറ്റും നടക്കുന്ന വാറ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ജനറൽ പേപ്പേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. ജനറൽ മെന്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, അതേപോലെ തന്നെ റീസണിങ്, അതായത് ഓരോ റീസണിങ് ഐഡിയാസ്, ലോജിക്കൽ അനാലിറ്റിക് റീസണിങ്, ജനറൽ സയൻസ് ആൻഡ് എൻവയറമെന്റൽ ലിറ്ററസി, അങ്ങനത്തെ കുറെ ഐഡിയാസ് നമുക്കൊരു വേണം. അതായത് ജനറൽ നമുക്ക് നോർമലി GKക്ക് പുറമെ നമ്മൾ എന്ത് ചെയ്യണം, കുറെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ഈ ജനറൽ പേപ്പറിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഉള്ള സിലബസ് ആണ് ഇംഗ്ലീഷ്. സോ ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് വൺ ഓഫ് ദ ഏറ്റവും
മീഡിയം ആണ് ലാംഗ്വേജ്. ഞാനിപ്പോൾ സംസാരിക്കുന്ന ലാംഗ്വേജ് മലയാളമാണ്, പക്ഷേ ഇവിടെ നമുക്ക് ലാംഗ്വേജ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ആണ്. സോ റീഡിംഗ് കോംപ്രഷൻ. അപ്പം നോർമലി നിങ്ങൾ ആലോചിക്കുക, 300 വേർഡുള്ള ഒരു എസ്സേ പേജുകൾ ഉണ്ടാവും. അത് ഫാക്ച്വൽ ആവാം, നറേറ്റീവ് ആവാം, ലിറ്ററസി ആവാം. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് വരാം, ചോദ്യങ്ങൾ വരാം. അതേപോലെ വെർബൽ എബിലിറ്റി, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, നിങ്ങൾക്ക് എങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നത്, ആ സംസാരം നിങ്ങൾക്ക് ഇങ്ങനെ പേപ്പറിൽ നല്ല വൃത്തിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, മാച്ച് ദ ഫോളോയിങ്, ചൂസിങ് ദ കറക്റ്റ് വേർഡ്, സിനോപ്സിസ് ആൻഡ് ആന്റോണിംസ്, അങ്ങനത്തെ ഓരോരോ കണക്ഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി എടുക്കാൻ ഇംഗ്ലീഷ് പേപ്പറും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ലാംഗ്വേജ് ഉണ്ട്, ജനറൽ ഉണ്ട്, അതേപോലെ തന്നെ PCMB ഉണ്ട്. അപ്പോൾ ഇത് 3 പേപ്പേഴ്സും നമ്മൾ നല്ല വൃത്തിയിൽ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇത് 3 പേപ്പേഴ്സ് നല്ല വൃത്തിയിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ചില ആളുകൾ ചില പേപ്പേഴ്സിൽ സ്ട്രോങ് ആയിരിക്കും. ഇപ്പോൾ ജനറൽ GK നല്ല സ്ട്രോങ് ആയ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് PCMB മാത്രം മതിയാവും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രം മതിയാവും. ആ രീതിയിൽ നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് സൈലം നിങ്ങൾക്ക് ബാച്ച് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് നമ്മുടെ ബാച്ച് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം പറയാം. അതായത് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ബാച്ചിന്റെ ഐഡിയാസ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതായത് ക്യുവട്ട് ജനറൽ ഫേസ് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. ക്യുവട്ട് ജനറൽ ബാച്ച് ഉണ്ട്. അതായത് ഒരു ബണ്ടിൽ ക്യുവട്ട് ജനറൽ മാത്രമാണ്. അതേപോലെ രണ്ടാമത് ക്യുവട്ട് PCMB മാത്രമാണ്. അപ്പോൾ ക്യുവട്ട് ജനറൽ മാത്രമുണ്ട്, അതേപോലെ ക്യുവട്ട് PCMB മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലേ, ജനറൽ വീക്കുള്ള ആളുകൾക്ക് ജനറൽ പർച്ചേസ് ചെയ്യാം, PCMB വീക്കുള്ള ആളുകൾ PCMB പർച്ചേസ് ചെയ്യാം. ഇനി രണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യുവട്ട് കോംബോ എന്നുള്ള ഒരു ഓഫർ കൂടി ഉണ്ട്. അപ്പോൾ ക്യുവട്ട് കോംബോ എന്നുള്ള ബാച്ച്, അപ്പോൾ 3 ബണ്ടിൽസ് ആയിട്ടാണ്. ക്യുവട്ട് ജനറൽ ഉണ്ട്, ക്യുവട്ട് PCMB ഉണ്ട്, അതേപോലെ ക്യുവട്ട് കോംബോ. ഈ 3 രീതിയിലാണ് നിങ്ങൾക്ക് ബാച്ചുകൾ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ ബാച്ചുകളിൽ സാർ ക്ലാസ്സുകൾ എങ്ങനെയാണല്ലേ? സോ നമുക്ക് എൻറ്റയർ സിലബസ് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. ഈ 40 ഡേയ്സിൽ നമ്മൾ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ക്ലാസ്സുകൾ പ്യുവർലി ലൈവ് ആയിട്ടായിരിക്കും. സോ ഡെയിലി നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. ഈ ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നോർമലി 2 അവർ, അതായത് 1.5 and 2 hour റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. സോ ഏതെങ്കിലും 2 സബ്ജക്ട് ഫ്രം PCMB ആൻഡ് 1 ജനറൽ പേപ്പർ ആൻഡ് ഇംഗ്ലീഷ്. അതായത് PCMB ഏതെങ്കിലും 2 സബ്ജക്റ്റോ, അല്ലെങ്കിൽ ഒരു ജനറൽ പേപ്പർ, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ്, അങ്ങനെ ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവുക. നോർമലി നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട സംഭവം എന്ന് അറിയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മോക്ക് എക്സാമിനേഷൻ ആണ്. സോ നിങ്ങൾക്ക് മോക്ക് എക്സാമിനേഷൻസ്, അതേപോലെ ചാപ്റ്റർ വൈസ് എക്സാം ക്വസ്റ്റ്യൻസ്, 50 ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ ഡീറ്റെയിൽഡ് എൻട്രൻസ് ഓറിയന്റഡ് തിയറി. അപ്പോൾ ഈ ഒരു 2 മണിക്കൂറിന്റെ സെഷനിലേക്ക് വരുന്ന സമയത്ത് അല്ലേ സാർ, സാർ ഈ 2 മണിക്കൂറിന്റെ സെഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് നോർമലി എന്താണ്, ലൈവ് സെഷൻസ് ആണ്. ഇപ്പോൾ ലൈവ് സെഷൻ ആവുന്ന സമയത്ത് നോർമലി കുട്ടികൾക്ക് ഉണ്ടാവുന്ന സംശയമായിരിക്കും, സാർ എങ്ങനെയാണ് ഇന്ററാക്ഷൻസ് കാര്യങ്ങൾ അല്ലേ? സോ നിങ്ങൾ പറ, എന്തായിരിക്കും ഇന്ററാക്ഷൻസ് കാര്യങ്ങൾ? നമ്മുടെ സൈലത്തിന്റെ നോർമലി എല്ലാ ബാച്ചിനും ഇപ്പോൾ +2 പഠിച്ച കുട്ടികളായിരിക്കും, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. ഏത് ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ടോപ്പിക് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ജസ്റ്റ് അടുത്ത ടോപ്പിലോട്ട് പോകുന്നതിന് മുന്നേ ചോദിക്കും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. അത് ഓരോ കുട്ടികൾക്കും എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാം. ഏറ്റവും വലിയ ഡയറക്റ്റ് തന്നെ ഇന്ററാക്ട് ചെയ്ത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. എക്സാക്ട്ലി. അപ്പോൾ നമ്മൾ കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഡൗട്ട്സ് കാര്യങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് വേണ്ടത്, ഈ ഒരു ലൈവ് സെഷൻസിലൂടെ നമ്മൾ കംപ്ലീറ്റ് സിലബസ് തീർക്കുന്നു, നിങ്ങളെ ലൈവ് സെഷൻസിൽ നിങ്ങളെ ഡൗട്ടുകൾ തീർക്കുന്നു, നിങ്ങൾ പ്രോപ്പറായിട്ട് മോക്ക് എക്സാമിനേഷൻ എഴുതുന്നു. അങ്ങനെയാണ് നിങ്ങൾ ക്യുവട്ട് എൻഡ് ഗെയിമിലേക്ക്, നിങ്ങൾ ക്യുവട്ട് എൻഡ് ഗെയിം ബാച്ചിലൂടെ നമ്മൾ 40 ദിവസം കൂടി എക്സാമിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. പിന്നെ ബാക്കിയുള്ള ഒരു എക്സാം കമ്പയർ ചെയ്യുമ്പോൾ CUT ശരിക്കും എളുപ്പമാണ്. നീറ്റും കീമൊക്കെ എഴുതുന്ന കുട്ടികളെ മാത്രമല്ല, നമ്മളിപ്പോ ഓരോ ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ട്. അപ്പൊ ഓരോ ചാപ്റ്ററും എക്സാം എഴുതി ക്ലിയർ ചെയ്തവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മാത്രം പോരാ, ഇത് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് പ്രോപ്പർ ആയിട്ട് സിസ്റ്റത്തിന്റെ കൂടെ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഡീസന്റ് നല്ലൊരു സ്കോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ വേണ്ടി പറ്റും. നല്ലൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. CUT പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നേ 2 വർഷം മുന്നേ പഠിച്ച ഒരു കുട്ടി തന്നെ ഇപ്പൊ ISRO പ്ലേസ്ഡ് ആയിട്ടുണ്ട്. യെസ്. അപ്പൊ അതുപോലെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പലയിടത്തും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്കും അതൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഡെഫിനറ്റ്ലി ഈ CUT എന്ന് പറയുന്നത്. സോ സാർ, ഈ ഒരു ക്യുവട്ടിന്റെ അല്ലെങ്കിൽ CUTന്റെ എക്സാം ക്ലാസ്സുകൾ നടക്കുന്നതിന്റെ കൂടെ തന്നെ സാർ യൂട്യൂബിൽ നമ്മൾ എന്ത് ഫ്രീ ആയിട്ട് കൊടുക്കും, അതായിരിക്കും നമ്മൾ അടുത്ത ഏറ്റവും വലിയ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്താണ്, യൂട്യൂബിലേക്ക് റെക്കോർഡർ ക്ലാസ്സും അതേപോലെ തന്നെ 100 ക്വസ്റ്റ്യൻ സീരീസ് എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലേക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾ ആലോചിക്കണം, ഏത് യൂട്യൂബ് ചാനൽ? യെസ് സാർ, സൈലത്തിന്റെ ക്യുവട്ട് ചാനൽ, സൈലത്തിന്റെ CUT ചാനൽ നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാ ഇൻഫർമേഷൻ അതിലേ വരിക. അതായത് CUTനെ പറ്റിയിട്ട് സാർ നീറ്റ് ചാനലിൽ CUTനെ പറ്റി ഒന്നും പറയുന്നില്ല, GE ചാനൽ ഒന്നും പറയുന്നില്ല, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ CUT ചാനലാണ് അല്ലേ? CUT ചാനലാണ് നമ്മൾ നോക്കേണ്ടത്. സോ CUT ചാനലിലാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം ഈച്ച് ഡേയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 100 ക്വസ്റ്റ്യൻ സീരീസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രീ റെക്കോർഡഡ് സെഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. സോ ബാച്ചിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും 100 ക്വസ്റ്റ്യൻ സീരീസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഓൾറെഡി ഇവരോട് പറഞ്ഞായിരുന്നു, അതായത് നമ്മുടെ ബാച്ചുകൾ 3 ഉണ്ട് എന്നുള്ളത്. സോ ആ 3 ബാച്ചുകൾ, സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതും കൂടെ നമുക്കൊന്ന് പറയാം. അതായത് നമ്മുടെ ഫസ്റ്റ്, അത് സൈലത്തിന്റെ ഒരു പാറ്റേൺ ആണ്. അതായത്
ഏതൊരു ബാച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ആദ്യത്തെ ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് യൂട്യൂബിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. രണ്ടാമത്തെ ക്ലാസ് നിങ്ങൾക്ക് ആപ്പിൽ ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. സോ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണമെന്നും അതേപോലെ തന്നെ അങ്ങനെ ആപ്പിലെ ക്ലാസ്സുകൾ എങ്ങനെ പോകുന്നതെന്നും വ്യക്തമായി മനസ്സിലാക്കാനാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുന്നത്. വേറെ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാറില്ല. ഫീച്ചേഴ്സ് ഒക്കെ കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് ക്ലാസ് നമ്മൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് 30 ആണ്. മാർച്ച് 30 നമ്മൾ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ എക്സ്പീരിയൻസ് ചെയ്യാം. രണ്ടാമത്തെ ക്ലാസ് നിങ്ങൾക്ക് ആപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാം. സൈലത്തിന്റെ ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് പഠിക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ 3 റേഞ്ച് ബാച്ചുകൾ, അതായത് 3 ബാച്ചുകൾ എന്ന് പറയാം. ഒന്ന് ജനറൽ ഉണ്ട്, ഒന്ന് PCMB ഉണ്ട്, ഒന്ന് ക്യൂട്ട് കോംബോ ഉണ്ട്, രണ്ടും കൂടി ഉണ്ട്. സോ സാർ അതിന്റെ ഫീസ് കാര്യങ്ങളൊന്നും സാർ പറയും. അതായത് കുറെ ഓപ്ഷൻസാണ് നിങ്ങൾ മുന്നിലുള്ളത്. നിങ്ങൾക്ക് ഇപ്പം ജനറൽ ടെസ്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CUT ജനറൽ എൻ ഗെയിമിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതിന്റെ ഫീസ് 1999 ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജനറൽ ടെസ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണ്, പക്ഷേ നിങ്ങൾ PCMB ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ CUT PCMB എൻ ഗെയിം ഉണ്ട്. 2999 ആണ് എന്ത് ഫീസായിട്ട് വരുന്നത്. ഈ രണ്ടും ജനറൽ ടെസ്റ്റും വേണം, അതേപോലെ PCMB വേണമെന്നുണ്ടെങ്കിൽ CUT കോംബോ എൻ ഗെയിം വരുന്നുണ്ട്. അതിന്റെ ഫീസ് 3999 ആണ് വരുന്നത് കേട്ടോ. ഇനിയിപ്പം നിങ്ങൾ നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പർ നമ്മൾ ഒന്നുകൂടെ നമ്പർ കാണിക്കും ലാസ്റ്റ് 6009100300. ഓക്കെ, അപ്പൊ ഇതാണുള്ളത്. പിന്നെ അടുത്ത മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞെങ്കിൽ നമ്മുടെ CUTയുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യും, എല്ലാ ഇൻഫർമേഷൻസും എളുപ്പത്തിൽ കിട്ടുന്നത് തന്നെയാണ്. പിന്നെ അതേപോലെ യൂട്യൂബിൽ നടക്കുന്ന ക്ലാസിന്റെ ലിങ്കും അതേപോലെ അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റിയിലായിരിക്കും പോസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും യൂട്യൂബിലെ ആ ഒരു പേജും അതേപോലെ ഈ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം കേട്ടോ. സോ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 29th മാർച്ചിൽ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാം. സോ ഫസ്റ്റ് ഡേ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ എങ്ങനെയാണ് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നിങ്ങൾക്ക് ഒരു ധാരണ തന്നുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കൊണ്ട്, രണ്ടാമത്തെ ക്ലാസ് ആപ്പിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ എത്രയും പെട്ടെന്ന് നിങ്ങളെ കംഫർട്ടിനനുസരിച്ച് ബാച്ചിൽ ജോയിൻ ചെയ്യാം. സോ എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കോട്ടാണ്, ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട്. അതായത് ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാതെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. മെയിലാണ് എക്സാം നടക്കുന്നത്. നമുക്ക് 2 മാസത്തോളം ഉള്ളൂ പ്രിപ്പറേഷൻ. 2 മാസം ഇല്ല അല്ലെ, ഒരു 1.5 മാസത്തോളം പ്രിപ്പറേഷൻ സമയമുള്ളൂ. സോ ഈ ഒരു സമയം നമ്മുടെ കൂടെ അതല്ലേ ലോജിക്ക് ഇത്രേ ഉള്ളൂ. സാർ ഞാൻ നാളെ പഠിച്ചു തുടങ്ങിയാൽ മതിയോ, മറ്റന്നാൾ പഠിച്ചു തുടങ്ങിയാൽ മതിയോ എന്നുള്ള സാധനം ഒഴിവാക്കുക. ക്ലാസ് തുടങ്ങി സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മുടെ കൂടെ നിന്ന് 40 ദിവസം നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം മക്കളെ. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒന്നെങ്കിൽ സൈലത്തിന്റെ ആപ്പ് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ആപ്പിൽ ത്രൂ ബാച്ച് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൈലത്തിന്റെ ഈ ഒരു കോൺടാക്ട് നമ്പർ 6009100300 എന്നുള്ള കോൺടാക്ട് നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ച് പർച്ചേസ് ചെയ്യാം. സോ എത്രയും പെട്ടെന്ന് ബാച്ച് പർച്ചേസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് നമുക്ക് CUT ക്രാക്ക് ചെയ്തുകൊണ്ട് ഒരുമിച്ച് എത്താം. സോ ഗൈസ്, ഓൾ ദ വെരി ബെസ്റ്റ്, ബൈ ബൈ.